പട്ടികടിക്കല്ലേ വീട്ടുകാരെ, ഞങ്ങള് പട്ടാണി തിന്നണ പിള്ളാരാണേ, നേരാണേ അത് നേരാണേ, പട്ടാണി വിൽക്കണ പിള്ളാരാണേ. ഗോലപ്പൻ സായിന്റെ ഒരു മിനിറ്റ് കഴിഞ്ഞു പറ ഈ കുണ്ടച്ചി പുറത്താക്കണം. എന്ത് പറ്റി ജോക്കി? പറ തീപിടുത്തത്തിന് ശേഷം ഫുള്ള് പോയിരിക്കുക. പറ അല്ല അന്ന് നമുക്ക് അങ്ങോട്ട് പോയാലോ? കാര്യം പറയാൻ ഞങ്ങളന്ന് സംസാരിച്ചില്ല ചന്ദ്ര. നിങ്ങൾക്ക് മാനസികമാണ് മണ്ണിൽ തല പൂഴ്ത്തിയിരിക്കുന്നത്. മറ്റേ ഇങ്ങനെ സുമതിയമായി മരിച്ച പിന്നെ പുള്ളിക്കാരൻ അബ്നോർമൽ. അതിന്റെ അടുത്ത് പല ആൾക്കാരും ഇത് പറഞ്ഞതാ. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് മുതുക്കിൽ ഈ മുണ്ട് വലിച്ച് മോളി കയറ്റി വീടെന്നൊക്കെ വെച്ചോണ്ട് അവിടെ നിക്കണ്. അവിടെ സത്യം മുതുക്കിൽ അങ്ങനെ നിക്കണ്. അപ്പൊ ഞാൻ കണ്ട ഉടനെ ഒന്നും നോക്കിയില്ല. അവിടെ ഏതോ ഒരു പട്ടാ ചെറുക്കൻ്റെ വണ്ടിയും പിടിച്ചു വാങ്ങി നേരെ പോയി അണ്ണു വാ ഒരു കാര്യം പറഞ്ഞു വണ്ടിയിൽ നൈസായിട്ട് പറഞ്ഞ് കയറ്റി. നിസ്കരിക്കണം. എന്ത് പറ്റി പുള്ളിക്കല്ലോ? പുള്ളി ഇപ്പൊ ഇമാജിനറി ഹോസ്റ്റേജ് ആയിട്ട് എങ്ങനെ ബിഹേവ് ചെയ്യാന്ന് പഠിക്കുമെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് അപ്പൊ പാസർ നമുക്ക് അങ്ങോട്ട് പോവാ. എന്ത് പറയാണ്? എടാ ഗ്രൂപ്പിലൊന്ന് പറഞ്ഞടാ എല്ലാം അടുത്ത് കേറാൻ. അണ്ണാ ആ ഗ്യാപ്പിൽ നമുക്ക് 10:30 ടൈം 10:22 നമുക്ക് ആ ഗ്യാപ്പിൽ പോയിട്ട് ജോക്കി വാ ഒരു മിനിറ്റ് ചന്ദ്ര, ഞങ്ങൾക്കൊരു കാര്യം സംസാരിക്കണ്ടേ? ജസ്റ്റ് ഒന്ന് ജോക്കി ഇങ്ങോട്ടോ, ഈ സൈഡിലോട്ടോ. അവിടെ നിന്നാ ഭയങ്കര ബഹളം. വണ്ടി എടുത്തിട്ട് അന്നേരം പോള. പറ ജോഗി എനിക്ക് അറിഞ്ഞൂടാ എന്ത് ചന്ദ്രൻ അപ്പാപ്പൻ പറയുന്ന കൊച്ചു കഴിവേറി ആ പ്രായമായ കഴിവേറി എന്തിനാണ് ഗ്യാങ് വെച്ചോണ്ടിരിക്കുന്നത്? അങ്ങേരും 4 കണ്ണടിച്ചോണ്ട് പോയെന്ന് പറയുന്നത്. ഇത് നീ എന്താണ് ഈ നോക്കി നടത്തുന്നത്? എനിക്ക് സീരിയസ്ലി മനസ്സിലാവുന്നില്ല ജോഗി. ഇത് എല്ലാത്തിനോടും ഞാൻ ഓടണ്ടേ ജോഗി? വാറ്, പ്രീ വാറ്, ഇനിഷ്യൽ സിറ്റുവേഷൻ, സ്വന്തമായിട്ട് നിൽക്കുന്ന നമ്മുടെ ക്ലബ് ഗ്യാങ്ങിലെ 2 കോലീഡേഴ്സ് സ്വന്തമായിട്ട് കൺസൈൻമെന്റ് അടിച്ചോണ്ട് വന്നിട്ട് ആ ഗണ്ണ് മറച്ചു വിറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും വലിയ നാണക്കേടുണ്ടോ? പിള്ളേരെ നമ്മളത് അറിയിച്ചിട്ടില്ല. അപ്പൊ മീറ്റിംഗിൽ ഇതിനെ പറ്റി പറയരുത്. അയ്യോ ഒരിക്കലും ഇല്ല. പിന്നെ അറിയിക്കാൻ പറ്റുന്ന കാര്യമാണോ ഇത്? ചന്ദ്രന് 10 തന്ത ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും നല്ല ഹീറ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഹലോ വത്സനല്ല പമ്പാവാസൻ. സോറി ഞാൻ വാസൻ മാത്രമേ കണ്ടുള്ളൂ. അല്ല ഞാൻ വാസൻ മാത്രമേ കണ്ടുള്ളൂ. ഞാൻ പറഞ്ഞു തരുന്നത് അതല്ല ജോഗി. ഈ ചന്ദ്രൻ എല്ലാം കൊണ്ടും ഒരു എന്താ പറയാ കംപ്ലീറ്റ് ഇപ്പൊ എന്നെ മാറ്റി നിർത്തിട്ട് എന്തോ പറഞ്ഞെന്ന് അറിയാവോ? ജോഗിക്ക് എന്തോ മാനസികമാണ്. മറ്റേ മാനസികം അല്ല പിന്നെ മാനസികമാണോ? ജീവൻ ഗ്യാങ്ങം വിറ്റിട്ട് ഇവിടെ മുമ്പിത്തരം പറയുന്നേ. ഞാൻ വന്നിട്ട് ഡാൻസ് പുതിയതായിട്ട് വല്ല അപ്പാപ്പ കേട്ടിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് ടെസ്റ്റ് ചെയ്യുമല്ലായിരുന്നു. അല്ല ജോക്കി അവിടെ തറയിൽ കിടന്ന് എന്തൊക്കെയോ കാണിക്കുന്നു. ല്ലേ എന്നിട്ട് ഇരുന്ന് സംസാരിക്കും കുറെ നേരമായിട്ട് നിൽക്കുന്നു. ഇരുന്നു ഒരുമാതിരി താഴെക്കിടന്ന് ഫോൺ അടിക്കുന്നുണ്ടാ? കണ്ടാ മടിയില് കാല് കുറച്ചിരിപ്പുണ്ടേ. കുഴപ്പമില്ല. ഇതെല്ലാം പറഞ്ഞ് ഇങ്ങനെ എന്തൊക്കെയോ ഭയങ്കര ഇപ്പൊ റെസ്പെക്ട് എന്ന് പറയുന്ന സാധനം ഇല്ല ജോക്കി. മെമ്പേഴ്സിനോട് ചൂടാവുക. ഇത് സത്യം പറഞ്ഞുണ്ടല്ലോ സീരിയസ് ആയിട്ട് ഇത് ഞാനിന്ന് ഗ്യാങ് മീറ്റ് ഉന്നയിക്കാൻ പോകുന്ന കാര്യമാണ്. ഈ ഗണ്ണ് പൊട്ടിച്ച കാര്യമൊന്നും പറയാൻ കൊള്ളത്തില്ല, അതുകൊണ്ട് പറയത്തില്ല. പക്ഷെ ഈ ചന്ദ്രബോസിന്റെ ആറ്റിറ്റ്യൂഡ് ഭയങ്കര ശോകമാണ്. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ കണ്ണ് പൊട്ടിക്കുന്ന കാര്യം പറയാതെ ഇവനെ എങ്ങനെയാ കോലീഡറിങ് സസ്പെൻഡ് ചെയ്ത്? എന്ത് റീസൺ ആണ് വാസു പറഞ്ഞിട്ടുള്ളത്? അത് ഞാൻ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അവന്റെ അമിതമായിട്ടുള്ള ചൂടാവല്, മെമ്പേഴ്സിനോടുള്ള ബിഹേവിയർ. പിന്നെ വേറൊരു കാര്യം വല്ലതും അറിയുന്നുണ്ടോ? മോബി എന്ന് പറഞ്ഞെടുത്തിട്ടുണ്ടോ ഗ്യാങ്ങി? പിന്നെ നമ്മുടെ പ്ലെയറില്ലേ? എന്നാ അവനാണെങ്കിൽ ഒരു പെണ്ണുണ്ട്, പെണ്ണിന് ഗർഭമുണ്ട്. നീ അങ്ങ് അതിശയോക്തി പ്രകടിപ്പിക്കല്ലേ? ഞാൻ ഇവിടുന്ന് പൊങ്ങിച്ചാടും. അറിയത്തില്ലായിരിക്കും. അറിയാൻ എടാ ഇതൊക്കെ എന്ത് പാടാ ഇവിടെ നടക്കുന്നേ?
പെണ്ണുണ്ട്, പെണ്ണിനെ എടാ നമ്മളൊക്കെ ഗ്യാങ് ആയിട്ട് ഒരുപോലെ തിരിച്ചു ഉപയോഗിച്ചു. നമ്മൾ ഒറ്റ ശബ്ദം എടുത്തിട്ടുള്ളൂ, നമ്മൾ ആരും നമ്മൾ അണ്ടി ഉപയോഗിക്കത്തില്ല, നമ്മള് കല്യാണം കഴിക്കത്തില്ല, കുട്ടികളില്ല. ഇതൊക്കെ നമ്മൾ പ്രൊജക്ട് ചെയ്ത സാധനമല്ലയോ? പെണ്ണിനെ കേട്ടതെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്, ഇതുവരെ ഒരു പെണ്ണ് ഞാൻ കേട്ടിട്ടില്ല. ഇത് എന്തൊരു ശല്യമാണിത്, ഇത് എന്തൊരു ശല്യമാണിത്. ആ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജുഗ്രുവിന്റെ കാര്യം വല്ലതും അറിയാവോ? ജുഗ്രുവിന്റെ കാര്യം വല്ലതും അറിയാവോ? ഞാൻ മീറ്റിംഗിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് പറ കേക്കട്ടെ. ഞാനൊരു കാര്യം പറയട്ടെ, ജോഗിക്ക് ഇനി എന്തായാലും ജോഗിക്ക് ഇനി പെണ്ണ് കെട്ടി ഒരു ജീവിതം എന്നൊക്കെ പറഞ്ഞ ഒരിക്കലും പോസിബിൾ ഉള്ള കാര്യമല്ല. ഒരിക്കലും പോസിബിൾ അല്ലാന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം താല്പര്യമില്ല, എനിക്ക് പോസിബിൾ ആവണ്ട. കാരണം ഇഷ്ടം പോലെ നോക്കാൻ കാര്യങ്ങളുണ്ടല്ലോ. ജോഗി ഞാൻ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ച് കേക്ക്. നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പേര് ലെഗസി ഉണ്ടല്ലോ, അതൊന്നും ഇനി ഒരുത്തനെ കൊണ്ടും പറ്റൂല. അപ്പൊ ഇത് അങ്ങനെ അങ്ങ് നിർത്തിക്കളയാൻ പറ്റില്ലല്ലോ നമുക്ക്. ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് അടുത്തൊരു തലമുറ വേണ്ട ജോക്കി. ഞാൻ പെണ്ണ് ഇരിക്കാനുള്ള സമയം നമുക്ക് പോകുന്ന വഴിക്ക് സംസാരിച്ചാൽ അതൊരു കുറച്ച് നല്ലത്. എങ്ങോട്ടാ പോണ്ടേ ഇപ്പൊ? അണ്ണന് ബോഡി ഗാർഡിന് പിള്ളേരെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓ ശരി ശരി. എടാ എനിക്കത് ഭയങ്കര ആവശ്യമായിരുന്നു. എന്നെ വന്നിറങ്ങിയപ്പോ തന്നെ 2 പുണ്ടച്ചികൾ തട്ടിക്കൊണ്ട്. എടാ ഞാൻ വേറൊരു കാര്യം പറയും, നമ്മള് മീറ്റിംഗിന് കേട്ടോ തെറിവിളി ഒഴിവാക്കാനുള്ള കാര്യം. ഇപ്പൊ ഈ ഒരു സംഭാഷണത്തിൽ ഏറ്റവും കൂടുതൽ ജോക്കിയാണ് അത് ഉപയോഗിച്ചിട്ടുള്ളത്. അല്ല ഇനി അത് ഉപയോഗിക്കത്തില്ല, മോശപ്പെട്ട ഒരു വാക്ക്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും നമ്മുടെ ഈ തത്സമയമൊക്കെ TV കാണുന്നവരുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഞാനിപ്പോ ജോക്കിയുടെ സൗണ്ട് ലൈവിൽ വീട്ടിട്ടെ. വേണ്ട ഞാൻ ഇല്ല. ഇനി ഗാങ് മീറ്റിംഗിന് അതെടുത്ത തീരുമാനമാണ്, മനസ്സിലായോ? മീറ്റിംഗിന് ഞാൻ കുറെ കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്, കുറെ കാര്യങ്ങൾ. അജണ്ട പറ വാസു, അജണ്ട പറ. അജണ്ട ഡ്രീമറെ വാടക്ക് പാട്ട് ചന്ദ്ര വാടക്ക് വാസു പറ. ഞാൻ ഇന്നത്തെ അജണ്ട എന്ന് പറഞ്ഞാൽ ജോക്കി പിള്ളേരെയൊക്കെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യണം. പിള്ളേരെയൊക്കെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യണം. പിള്ളേരെയൊക്കെ ഒന്ന് ഇതാക്കണം, മനസ്സിലായോ? നമ്മുടെ ആ പഴമയും നമ്മുടെ ഇത് എനിക്ക് വേണ്ടിട്ടാണോ ഇത്രയും ആൾക്കാർ? ഇത് എന്താണ് ഇത്? ഇവരൊക്കെ അനങ്ങുമോ? അതോ സ്റ്റാച്ചു മാത്രമാണോ? അനങ്ങുമല്ലേ? അണ്ണാ ശരി. അപ്പൊ ഇതാണ് അണ്ണു. അപ്പൊ ഈ അണ്ണുവിന്റെ പ്രൊട്ടക്ഷൻ എന്താണ് നിങ്ങൾ എല്ലാരെയും വിളിച്ചത്? അതെ. അപ്പൊ ഇടം വലം കൂടെ ഉണ്ടായിരിക്കണം. ഞാൻ ഇവിടെ നേറ്റെടുക്കാം ചന്ദ്ര. ഇവരെ സ്വന്തമായിട്ടൊന്ന് പരിചയപ്പെടുത്താൻ സമയമുണ്ടോ നമുക്ക്? പിന്നെ ആദ്യം 1 മുതൽ പേര് പറയൂ. അണ്ണാ ഗ്യാങ് ഇതൊക്കെ പുള്ളിയുടെ ഒരു സന്തോഷമല്ലേ, പിള്ളേർക്കും വയസ്സായവർക്കും ഒക്കെ. ജോക്കി പരിചയപ്പെടുത്താവരുത്. അല്പനെ അർദ്ധരാത്രി ഞാൻ താർപ്പടിച്ച് കെട്ടണതാണ്. നീ എന്തൊരു മൂഞ്ചനാണോ നീ? ഇതൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അങ്ങനെ കളിയാക്കുക. എന്തൊരു കള്ളനാണോ നീ? ഇവന് കിട്ടണ്ടേ? കണ്ട ഇതുകൊണ്ടാണ് ഇവനെ ഒറ്റിയത്. കണ്ട നമ്മൾ പറഞ്ഞു നമ്മളെ അണ്ണുവാണ്. പിന്നെ പുള്ളിക്ക് ഒരു കുറവുണ്ടാവാൻ പാടില്ല ഇവിടെ, മനസ്സിലായ? സത്യം അതാണ് എല്ലാം ചെയ്തത്. ഇതിപ്പോ ഈ എന്റെ പേടി അതല്ല, അവന്മാരെ പുള്ളി അടിച്ചു കൊല്ലുമെന്നാണ് എന്റെ പേടി. ഇപ്പൊ ടിവിയിലെ പിള്ളേരെടുത്ത് പോലെ ബിഹേവ് ചെയ്യണത്, അവിടെ ചെന്നേടാ പോടാക്കെ വിളിച്ച് അവൻ ദേഷ്യം വന്ന് അടിക്കുമെന്നാണ് എന്റെ പേടിയില്. ആലോചിച്ചോക്കി ഇങ്ങനെ ഇത്ര ആൾക്കാരെ കൊണ്ട് നടക്കണ കാര്യം ആലോചിച്ചോക്കി. വിഷയം കേട്ടോ ഇത്. ചാക്കോ അത് മതി. എന്നാ നമുക്ക് പിന്നെ പരിചയപ്പെട്ടാലോ? നമുക്ക് ഗ്യാങ് ഹൗസിലോട്ട് പോയാലോ? നാലാമത്തെ ആളുടെ പേര് പറയൂ. നിങ്ങളുടെ മോഹം എല്ലാം ഒരുപോലെ ഇരിക്കും. ഞാൻ എങ്ങനെയാ നാളെ ചാക്കോ വാങ്ങുന്നു തങ്കപ്പനാന്നൊക്കെ അറിയില്ല. ഈ കണ്ണാടി കാശ് പറയാമോ? ജോഗി ഹെൽമെറ്റ് വരുന്നത് പ്രോട്ടോകോളിനെതിരാണ് ആക്ച്വലി സത്യം പറഞ്ഞാൽ. നമുക്ക് എന്റെ പേര് മന്ദാരമാണ് പൂച്ചയുടെ മാസ്ക് ഇട്ട് നിൽക്കുന്നത്. മന്ദാരൊക്കെ അവിടെ. അടുത്ത ആളുടെ പേര് പറയൂ. ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. വാസന ഇങ്ങനെ കമന്റോ പ്രത്യേക നിർദ്ദേശം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ നാക്ക് ഒട്ടും ശരിയല്ല, മനസ്സിലായ?
ആരോട് എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ പുള്ളിക്ക്. പുള്ളി പണ്ട് ഒരു 3 വർഷം മുമ്പ് അങ്ങോട്ട് ഇങ്ങോട്ട് ഇവിടെ ഞാൻ സംസാരിക്കുന്നത് കോങ്കണ്ണുള്ള കമന്റ് ആണോ? ഹലോ അങ്ങോട്ട് നോക്കി സംസാരിക്കണേ. ഓക്കെ എന്ന് വെച്ചാൽ പുള്ളി പണ്ട് ഒരു 4 വർഷം മുമ്പാണ് ഇതിനു മുമ്പ് വന്നിട്ടുള്ളത്. അപ്പൊ പുള്ളിക്ക് അന്നുണ്ടായിരുന്ന മറ്റേ രാജാവിന്റെ സ്ഥാനം ഉണ്ടായിരുന്ന രാജാവിന്റെ ഇപ്പൊ രാജഭരണം അല്ലല്ലോ, ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ, ആ സമയത്ത് രാജാക്കന്മാർ എങ്ങനെയാണോ ബിഹേവ് ചെയ്തത് അതുപോലെ പുള്ളി പുള്ളി ഇങ്ങോട്ട് എത്തിയിട്ടില്ല. പുള്ളി എല്ലാവരുടെ അടുത്തും അങ്ങനത്തെ കമാൻഡ്സ് ഒക്കെ ഇടും. അപ്പൊ നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ തന്നെ പുള്ളി ചിലപ്പം കാണുമ്പോ വല്ല ഗ്യാങ്ങിന്റെ അടുത്തായിരിക്കും മെസ്സ് അടിക്കുന്നത്. അവര് തല്ലിപ്പരട്ടി കക്കൂസ് കഴിപ്പിക്കാതെ നോക്കണം. അണ്ണാ ഇത് നമ്മുടെ ഫൈബർ, ഇത് ബ്ലാക്ക് മാൻ ലഭ്യയുടെ താഴെയുണ്ട് വെച്ച് പിടിപ്പിച്ചതല്ല. സെറ്റപ്പ് പുള്ളിയോട് നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് കമാൻഡോ എന്ന് പറഞ്ഞാൽ മതി. പുള്ളി ഇനി അടുത്ത വർഷം വരുള്ളൂ. ഇതിനെ പറ്റി ഒന്നും ഒരിക്കലും വെപ്പാടി എടുത്ത് വെച്ചാ ഉണ്ണി കൂടെ വെച്ചേ ആളെ തിരിച്ചറിയാ പോയി. അണ്ണാ തോക്കോര ഡ്യൂപ്പ് കൊണ്ടുപോയി കൂടെ കട്ടക്ക് ഇത് മാത്രം നമുക്ക് ചെയ്തു. അപ്പൊ കമന്റ് പറഞ്ഞു കേട്ടല്ലോ എന്തോ പുതിയ പ്രശ്നം അവിടെ പേര് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നി. പേരെന്താ കമാൻഡോ? തോമൻ വളഞ്ഞ വഴി. പിന്നെ അടുത്ത ഇങ്ങോട്ടോ വാ, കഴിഞ്ഞിട്ടില്ല. ഒരുത്തന്നെ ഇങ്ങോട്ടോ ഒരു കമാൻഡോ പേരാണ് പൂച്ചയുടെ ഹെഡ് മാസ്ക്. അല്ല അത് വളഞ്ഞ വഴി എല്ലാരും. ഒരു മിനിറ്റ് പേര് ചോദിക്കും. പൂച്ചയുടെ ഹെഡ് മാസ്ക് പേരെന്താ കമാൻഡോ? പൂച്ച ക്യാറ്റ് അണ്ണാ. നാളെ ആരെയും ഇടിക്കാൻ വരുന്ന സമയത്ത് ഇവന്മാരുടെ ഒക്കെ പേര് വെച്ച് കഴിഞ്ഞാൽ പൂച്ച, സോമൻ വളഞ്ഞ വഴി, കുണ്ടിലാമ്പറമ്പിൽ ജോണി. ഇതെന്താണ് ഇതൊക്കെ? നിങ്ങളുടെ ഒറിജിനൽ പേരെന്താ? ലെവി. അപ്പൊ ഇത് നിങ്ങൾ ഇത്രയും പേരെ ഞാൻ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടോ എങ്ങനെ വിളിക്കും? അയ്യോ അവരൊരു ജോക്കിക്ക് വേണ്ടിട്ട് ഒരു ഇന്റഗ്രേറ്റഡ് റേഡിയോ ഉണ്ടാവും. ഉണ്ടാവും. ആ റേഡിയോക്കകത്ത് കണക്ട് ചെയ്യുക. ജോക്കി ഇവരെല്ലാരും അതിനകത്ത് ഉണ്ടാവും. എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ കമാൻഡോസ് എന്നൊന്ന് വിളിച്ചാൽ മതി. അപ്പോഴേ സ്പോട്ട് ലൊക്കേഷനും പറയാം. അപ്പോഴേ പറഞ്ഞു. ഓക്കെ ഇതിനെ വേറെ നമ്പർ ഞാൻ വാങ്ങിക്കണ്ടേ? ചന്ദ്ര സെറ്റപ്പ് കൊള്ളാം കേട്ടോ. ഇപ്പൊ ചെയ്യാൻ പറ്റത്തില്ല. ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഗ്യാങ് തന്നല്ലേ? ഉറപ്പാന്നേ? നോക്കണോ? നമുക്ക് ഗ്യാങ് ഹൗസിലോട്ട് പോയാലോ? ഈ ഒരു അകമ്പടയോട് കൂടെ. ഇത് അത്രയും വേണോ? വേണ്ട. അതെ വേണം. അത് വേണം. എടാ ഗ്യാങ് ഹൗസിൽ എല്ലാരും ഇല്ലേ? ജോക്കി ഞങ്ങളിപ്പോ ആനയിച്ച് കൊണ്ടുവരുമോ? നിങ്ങളെല്ലാരും ഒന്ന് ലൈനായിട്ടൊക്കെ നിന്ന് ഒരു ആനയായിട്ട് കൊണ്ടുവരുവാന്നല്ല, ആനയിച്ച് കൊണ്ടുവരുവാന്ന്. എടാ നിങ്ങൾ അവിടെ നിന്ന് ലൈനായിട്ടൊക്കെ നിന്ന് ഒന്ന് മറ്റേ ജില്ലംബടവട ആന വേണ്ട തെറ്റിപ്പെട്ട അതൊക്കെ മതി. ഏട്ടാ ഇല്ല ഏതെല്ലാം ആക്കി എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ വേണം. ഞങ്ങളിപ്പോ കൊണ്ടുവരും കേട്ടോ പുള്ളിയെ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ റെഡി ആവുമ്പോ ഒന്ന് റേഡിയോ കോള് പറയാം. വണ്ടി അകത്തേക്ക് വണ്ടി അകത്തോട്ട് കൊണ്ടുവരണമല്ലോ. ഇവിടെ എല്ലാവർക്കും വെൽക്കം. 15K വാച്ചിങ് ദ സ്ട്രീം ഗൈസ്. എല്ലാവർക്കും ചന്ദ്ര ഒന്ന് മാറി. ഞാൻ ഓടിക്കാം ഒരു സ്ഥലത്ത്. ജോക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ. അണ്ണാ ഒരു സെക്കൻഡ് ഇവരൊന്ന് കേറ്റിക്കോട്ടെ. നീലനൊന്ന് വരത്തില്ല. നീലന്റെ ഒരു റിലേറ്റീവിന് ഹോസ്പിറ്റലിൽ ഇനി രണ്ടുപേർ കയറാൻ പറ്റും. എനിക്ക് കേറാൻ പറ്റും. ഡ്രൈവ് സീറ്റ് മാറാൻ പറ്റില്ല. ഡ്രൈവ് സീറ്റ് മാറേ. ഡ്രൈവ് സീറ്റ് മാറ്റി തരാം.
ചിത്രം കാണാൻ നമ്മള് പോയത് ഇത് ആരാണ് ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കുന്നത്? സോമൻ പറഞ്ഞ വഴി എവിടെ ബൈക്കിൽ ഇല്ല 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 എടാ ഞാനേ കമ്പ്യൂട്ടേഴ്സിന്റെ പേരെന്തൊക്കെയാണ്? എടാ ഒരാൾ ഏജന്റ് മൈക്കിൽ ഒന്ന് പുറത്തിറങ്ങി അണ്ണൻ കറിക്കോ ഏജന്റ് സോമൻ എന്നൊക്കെ വിളിക്കുന്നത്. ആ എനിക്കറിയാം സൈഡ് തട്ടല്ലേ അണ്ണാ. ഇല്ല 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 ചീഫ് ഉണ്ടോ ഇവിടെ? സോമന്റെ ഏജന്റ് സോമൻ എന്നൊക്കെ വിളിക്കുമ്പോ ഒരു ഗുമ്മില്ല. ഏജന്റ് സോം എന്ന് വിളിക്കുന്നതാണ് തൊട്ട്. സോമല്ലേ? സോം. ഓക്കെ ഓക്കെ സാർ. പേരുണ്ട് പൂച്ച പോലും പൂച്ച. കാറ്റ് എന്നാണ് സാർ. കാറ്റ് എന്നാണ് ഏജന്റ് കാറ്റ്. ഒരു അല്ലല്ല ഒരു ഇവിടെ നിന്ന് തിരിക്കുവാണേ, വണ്ടി ഒന്ന് ഇടിക്കല്ലെന്ന് പറയണേ പുറകിലത്തെ. വണ്ടി പയ്യന്നെ അവർക്ക് അവിടെ വെച്ച് തന്നെ തിരിച്ചുകൂടെ? ഇത് കൊള്ളാം കേട്ടോ വണ്ടിയൊക്കെ. പയ്യ ഓടിച്ച് എല്ലാവരും 30-400ഓളം ലോയൽറ്റി പോയിന്റ് പോകും. ഓക്കെ 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 ഓക്കെ. നമ്മളങ്ങോട്ട് വരുവാണേ. അല്ലല്ല അവിടെ കുറച്ച് പരിപാടികളുണ്ട്. ഓ ജോക്കി ഞാൻ ഒരു കാര്യം എനിക്ക് ഏജന്റ് അല്ലെങ്കിൽ അവരുടെ അവിടെ ഹോൾഡ്. അടിച്ചു പോയിട്ടില്ലല്ലോ, പി എൽ ഒന്നും ഇല്ലല്ലോ. ഒരു ഏജന്റ് പോയി ആളെ ഒന്ന് പിക്ക് ചെയ്യാൻ പറയണേ. അവിടെ നിൽക്കാൻ പറഞ്ഞു. അതല്ലെങ്കിൽ നമ്മൾ തിരിച്ചു വരുമ്പോ കൂട്ടാന്ന് പറ. അവരവിടെ നിൽക്കാൻ പറഞ്ഞു. അവിടെ നിൽക്കുക, നിങ്ങൾ അവിടെ നിൽക്കുക, അവിടെ നിന്നാ മതിയെ, നമ്മള് പോരും. ഇത്രയും പ്രശ്നത്തിന്റെ ആവശ്യമുണ്ടോ മിസ്റ്റർ ചന്ദ്രൻ? ഇല്ല വേണം പൊക്കിക്കൊണ്ട് പോവാൽ ജോക്കിയുടെ ഒരു നാക്ക് വെച്ച് നോക്കുമ്പോ ഇത് കുറവാണ്, ആള് കുറവാണ്. ആണല്ലേ? അതെ ഓറയ്ക്ക് ഇപ്പൊ പോലും ബാലൻസ് ചെയ്തിട്ടില്ല ശരിക്കും. സത്യം. ജോക്കി ആൾക്കാരെ സിനിമയെല്ലാം കണ്ട് 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 ജോക്കിയുടെ അത്ര അറിയാം ജോക്കി എല്ലാവർക്കും. പിന്നെ മിസ്റ്റർ എക്സിനെ ഒന്ന് കാണേണ്ടിയിരിക്കുന്നു. മിസ്റ്റർ എക്സിനെ കാണാൻ പോകാൻ പറ്റത്തില്ല ജോക്കിക്ക്. ഗാങ്സ് ലോഡിലില്ലല്ലോ. ഓ ഷിറ്റ്. ഞാൻ വീഡിയോയിൽ കിക്കായി. ചന്ദ്ര ചന്ദ്ര കുഞ്ഞായ്മേ ചന്ദ്ര അറിഞ്ഞോ വാസു? നിന്റെ കമാൻഡേഴ്സിനെയൊക്കെ പിടിച്ച് പുറകെ വരുന്ന വണ്ടി കയറ്റിയേ. എടാ ഒരു കമാൻഡോ വന്നിട്ട് കുണ്ടിക്കൊരു വെടി. വീഡിയോ മാവൂടാ ഇത്. ഓ അങ്ങനെയാണോ? അല്ല വാസന അത് രണ്ട് സൈഡ് തട്ടാതെ പോയ ഒരു സീനും ഇല്ല. അണ്ണന്റെ സ്കില്ലിനാണ് ചോദ്യം ചെയ്യണം നമ്മളിപ്പോ. ഡ്രൈവർ ബെസ്റ്റ് ഡ്രൈവർ ഇൻ ദ സിറ്റി. ശരിക്കും ചതിക്കൂടെ? പിന്നെ കുട്ടിക്ക് വെടിയും കിട്ടി, ചോരയും പോയി, പൊഴിഞ്ഞു പൊഴിഞ്ഞു പോകാനൊന്നും മാങ്ങയുടെ ഇതളുകളോ പിടിച്ചിരിപ്പുണ്ട്. എടാ വീണ്ടും വന്നടാ വാണിങ്. ചന്ദ്ര ഇത് പറ്റൂല അളിയാതെ, എനിക്ക് 2 വാണിങ് ആയി വീണ്ടും. എടാ ഒരു കാര്യം ചെയ്യോ? അണ്ണന് പിഎന്റെ ഇഷ്യൂ മനസ്സിലായില്ല, അല്ലെങ്കിൽ തട്ടത്തില്ല. ഇവിടെ തൂങ്ങി നിക്കണ ഇവനെ ഇറക്ക്. എടാ നീ അവനോട് കേറോ? ആളുണ്ട് അകത്ത് കയറി ഇവിടെ തൂങ്ങിക്കും ഇവൻ. ഇല്ല അത് വന്ന വഴി തിരിച്ചു പോയി. വന്നണ്ണാ ജോക്കി സ്ഥലമൊക്കെ ജോക്കി അത് കണ്ട ഏത് കണ്ടോ? പുറത്തോട്ട് നോക്ക് ജോക്കി, ഇവിടെ പുതിയൊരു സിറ്റി വന്നു. ജോക്കി നേരെ നോക്ക്, നേരെ. എനിക്ക് മലയും കുന്നൊരു മരവും മാത്രമേ കാണൂ. അത് പുതിയ സ്ഥലമാ. ആണോ? ഓ പുതിയ ഞാൻ ജോക്കി അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത്. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലയോ? പിന്നെ അവിടെയാണ് ജോക്കി ഇപ്പൊ അടിയും വഴക്കുമെല്ലാം നടക്കണേ. കാട് അവിടെയാണ് എല്ലാം കാട് കയറണം. എനിക്ക് 1 2 3 കാട് കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അമ്മ വാറിന് വേണ്ടി അപ്പുറത്ത്. ഇവന്മാരെ പീഡി ഇവനെയൊക്കെ നോക്കി വെച്ചേക്കുവാനെ. ചോദിക്കണം അങ്ങോട്ട് കേറട്ടെ, അവിടെ ഉണ്ടെങ്കിൽ അവനെ അവിടെ ഇട്ട് അടിക്കുമല്ലോ ഞാൻ. പോവാൻ ഇല്ല, ഞാൻ ആ കേറാനുള്ള ആൾക്കാർക്ക് ഒന്ന് കേറാൻ ടൈം ബൈ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക.
നിങ്ങളൊന്ന് ചില്ലായിരുന്നു എനിക്കറിയാം. അതാണ് ഞാനും പറയണ അവസരം എടാ ചന്ദ്ര അതല്ല, ഞാൻ കേറാൻ ആൾക്കാരുണ്ട് ഇനി, അപ്പൊ കേറാൻ അവർക്ക് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുവാ, മനസ്സിലാവണല്ലേ നിനക്ക്? ഒരു മിനിറ്റ് എന്റെ പൊന്ന് സാറേ ഇല്ലാത്ത കഴപ്പാന്നല്ലോ അവനങ്ങ്. അറിയത്തില്ലേ അവന്? തട്ടി അറിയാൻ പറ്റില്ല, ചില വണ്ടി തട്ടി അറിയാൻ പറ്റത്തില്ല, ചില വണ്ടി തട്ടി അറിയാൻ പറ്റില്ല. അതാ ചിലവർക്ക് മാഞ്ഞു പോകും ഇങ്ങനെ. ആ ജോഗി ഇതാണ് ഈ പാലത്തിന്റെ അപ്പുറത്താണ് അടിയും വെടിയും എല്ലാം നടക്കണത്. ഇത് സ്ഥല പേരൊന്നുമില്ല പ്രത്യേകിച്ച്. ഹലോ സാറേ കേക്കാവോ സാറേ? സാറേ നമ്മളെ ഈ രണ്ടു വട്ടം ഇടിച്ചു തെറിപ്പിച്ചേ സാറേ. ഒന്ന് അങ്ങനെയാണെ കുഴപ്പമില്ല സാറേ, നമ്മളെ അങ്ങനെയാണെ കുഴപ്പമില്ല സാർ, നമ്മൾ മനസ്സിലാക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. എന്തിനു പിന്നെ പാക്കറ്റ് ഹൗസ് ഒക്കെ ഉണ്ടെങ്കിൽ വണ്ടി ഓടിക്കുന്നേ? ആ ശരി ശരി ഓക്കെ, നോ വറീസ് മാൻ, നോ വറീസ്, ബൈ. സാറേ ചന്ദ്രന്റെ വാറന്റ് ഇഷ്യൂ ചെയ്തായിരുന്നു ആണല്ലേ? എന്നെ വണ്ടി ഏൽപ്പിച്ചിട്ട് ആളെ പിന്നെ ഇവിടെ കണ്ടിട്ടേ ഇല്ല, കാണുവാണെന്ന് പറയണം സാറേ. ഇവനെ കൊണ്ടുകൊടുത്ത വല്ലതും കിട്ടൂ? ഇട്ട് കൊടുക്കട്ടെടാ. സാർ ഓക്കെ സാറിന് എന്തെങ്കിലും വേണോ സാർ? ഓക്കെ എനിക്കൊന്നും വേണ്ട, ഞാൻ പറയട്ടെ. കമന്റർ ചെവി കൊത്തിരിക്കും. എടാ എല്ലാരും കത്തിപ്പോയടാ വീണ്ടും. ഇത് എന്താടാ, എന്തൊരവസ്ഥ! 1 2 3 4 5 6 7 8 9 10 11 12 13 16 17 18 19 എടാ കമന്റസ് എല്ലാം ഗ്യാങ് ഹൗസിലോട്ട് പോകണം. ഗ്യാങ് ഹൗസിൽ നിൽക്കണേ അവിടെ. ഒരു മിനിറ്റ് ഞാൻ പറയുന്ന കാര്യം വ്യക്തമായിട്ട് ഞങ്ങളോട് വരുവാണേ. കമാൻഡേഴ്സ് രണ്ടുപേരും ചെവി കൊത്ത്. ഇനി ഒന്നും കേൾക്കുന്നില്ലല്ലോ? അവര് കേറിട്ട് പറ. ശരിക്കും പൊത്തി. അപ്പൊ മീറ്റിംഗ് അറ്റൻഡാന്ന് പറഞ്ഞാ മറ്റേ പരിപാടി ഈ പരിപാടി അത് പറയരുത്. തുറക്കട്ടെ? തുറന്നോ. പിന്നെ ഇവിടെ ചിത്ര ചേച്ചി പാട്ട് പാടില്ലേ, കേട്ടോണ്ടിരിക്കും. എടാ കിണ്ടിയും സാവേജും എന്ത് സ്നൈപ്പേ ആശുപത്രിയിലല്ലേ? അപ്പൊ ഞാനിത് എങ്ങനെ പറയണ എന്ത് ഒരാഴ്ചത്തെ സസ്പെൻഷന്റെ കാര്യം? ഒരാഴ്ചയല്ല, ഒരു മാസം. ചന്ദ്രൻ അത് ആരുടെ മെമ്പേഴ്സിന് എടുത്തോ? ആ മെമ്പേഴ്സിനോട് ഞാൻ പറഞ്ഞോളാം. നിന്റെ ഈയിടെ ആയിട്ടുള്ള നിന്റെ റേജും അതൊക്കെ കൊണ്ടാണ് നിന്നെ അത് ആക്കിയേക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ ഇത്ര പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല, മനസ്സിലായോ? നീ ആയോണ്ടാണ് നമ്മളത് പറയാത്തത്, മനസ്സിലായോ? എന്റെ ഉത്തരവാദിത്തം മനസ്സിലായോ? നീ ആയോണ്ടാണ് നമ്മൾ ക്ഷമിച്ചിരിക്കുന്നത്, മനസ്സിലായോ? വേറെ വല്ലവനാണെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് ഒരു അവനുണ്ട് വയസ്സേറിയ കളവൻ, ഇങ്ങനെ ഇതിന്റെ കുത്തിക്കിടപ്പായിരുന്നു. ഇതൊക്കെ അറിഞ്ഞപ്പോ ഉണ്ടല്ലോ, കഷ്ടപ്പെട്ട് പോയി അടിക്കുന്നു, എടുക്കുന്നു, വിൽക്കുന്നു, അടുക്കുന്നു, എടുക്കുന്നു, പിള്ളേരൊക്കെ പോകുന്നുണ്ടോ? കൊള്ളാം കേട്ടാ. നീ വിഷയത്തിൽ നിന്ന് തെന്നി മാറല്ലേ ചന്ദ്ര, വിഷയത്തിൽ നിന്ന് തെന്നി മാറല്ലേ. പമ്പിലോട്ട് ഡ്രസ്സപ്പ് വരാൻ പറയോ? ഇത് സത്യം പറഞ്ഞാൽ നമ്മള് എല്ലായിടത്തും പറയേണ്ട കാര്യമാണ്. പക്ഷെ ഇവരായോണ്ടാണ് ഞാൻ ഒതുങ്ങി നിൽക്കുന്നത്. കമാൻഡേഴ്സ് ഇപ്പോഴും ജീവിതത്തിരിക്കുവാണോ? ഇപ്പോഴും ജീവിതത്തിരിക്കുവാ. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഒരു കേസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാപ്പൻ എന്ത് ചെയ്യും? ഗ്യാങ് മീറ്റിങ്ങിന് വരുവോ? അപ്പാപ്പനുണ്ട്. അവന് ഞാൻ നല്ലത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്നും അല്ല സത്യം പറഞ്ഞ. അപ്പം ഇതാണ് അജണ്ട. ഇപ്പം അജണ്ട കുറെ കാര്യമുണ്ട്. മറ്റേ മോബിയുടെ കാര്യം, ജുഗ്രുവിന്റെ കാര്യം,
പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഗാങ് ഹൗസിൽ ഉള്ളവന്മാർക്കെല്ലാം ഇത്ര സൗന്ദര്യത്തിന്റെ ആവശ്യം. ദൂരത്തം വന്ന് ഗാങ് മാറാൻ വേണ്ടി ഇടാൻ വേണ്ടിയിട്ട് 1 മണിക്കൂറാണ് എന്നെ അവിടെ നിർത്തിയിട്ട് ഡ്രസ്സ് മാറിക്കൊണ്ടിരുന്നത്. അവൻ 10 ഡ്രസ്സാണ് ഇട്ട് നോക്കുന്നത്. പ്രൊഡക്ടിവിറ്റി ഇല്ല. ജോക്കി ഇപ്പൊ നമ്മള് ജോക്കി ജോക്കി ഇപ്പോഴും നമ്മള് പണ്ടത്തെ ആ ഡ്രസ്സ് ഇട്ടാണ് നടക്കണം. ഞാൻ ഡ്രസ്സൊക്കെ മാറി കണ്ടില്ലേ, ഞാൻ എന്താ പാവാട പോലത്തെ ഒരു ഡ്രസ്സ്. ഒരു മിനിറ്റ്, ഇവിടെ പ്രൈവസി. അപ്പൊ ഞാൻ ഈ പറയട്ടെ, ഇതൊന്നും പറ്റത്തില്ല. ഇതൊക്കെ ഞാൻ ഉന്നയിക്കാൻ പോകുന്ന പ്രശ്നങ്ങളാണ്. പിന്നെ പിള്ളേരടക്കി പിടിച്ചു നിക്കണ്ടേ? ഭയങ്കര പാടാണ് ഇതൊക്കെ സത്യം പറഞ്ഞാൽ. നമുക്ക് ഗാങ് ഹൗസിന്റെ ഫ്രണ്ടില് ഓപ്പോസിറ്റ് സൈഡ് വണ്ടി നിർത്തിയിട്ട് ചന്ദ്ര നമുക്ക് കമാൻഡേഴ്സ് ആയിട്ട് അകത്തോട്ട് പോയേ. ജോക്കി ഗോഡ് ഫാദർ അല്ലേ ജോക്കി? ബാബുന്നാ അല്ല ചോട്ടു. ആര് ജോക്കിയുടെ ആ അത് ബാബുന്റെ അനിയൻ. ഞാൻ വിളിച്ചിട്ട് വരാം ജോക്കി, ഒരു മിനിറ്റ്. എടാ ചോട്ടു നീ വന്നേ. താടി എനിക്ക് ഇഷ്ടപ്പെട്ടു. ജോക്കി ഇതാണ് ചോട്ടു ബാബുന്റെ അനിയൻ. അയ്യോ നിങ്ങൾ ഞങ്ങൾ അകത്തോട്ട് വരാം. ചില്ലാവ് ജോറു കറക്റ്റ് പറഞ്ഞു. ചന്ദ്ര എന്താ എന്ത് ഇതെല്ലാം കത്തിപ്പോയോ? ഹലോ ആ ജോക്കി എന്തിനാ ഇവനെ നോക്കിയിരിക്കുന്നേ? ഞാൻ ആരെ നോക്കി? ഇവരെന്നെ നോക്കിയിരിക്കുന്നേ. ഞാൻ ആരെ നോക്കി നിൽക്കുന്നില്ല. ആ ഇതാണ് ചോട്ടിനെ നോക്ക്. ചോട്ടിനെ അടുത്ത് സംസാരിക്കും. ചോട്ടോ ചേട്ടന്റെ വിവരം വല്ലതും ഉണ്ടോ? ചേട്ടൻ എവിടെ ഇരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു? കാണാനേ ഇല്ല. തന്നാടേ ഒന്നോട് സംസാരിച്ചേ. പുള്ളി നാട്ടിൽ പോയിക്കുമായിരിക്കും, അതുകൊണ്ടായിരിക്കും. അച്ഛന്റെ പേര്? അച്ഛന്റെ പേര് ജോറു. അവനല്ലേ? അല്ല ഉറപ്പാണ്? പിന്നെ എങ്ങനെയാണ് സാമ്യമൊക്കെ? ഒരു പാട്ട് പാടിയാണ്. ഒരച്ഛന്റെ മക്കളല്ലേ ജോക്കി, പിന്നെ എങ്ങനെ വരാതിരിക്കുന്നേ? ഒരു പാട്ട് പാടി. പാട്ട് പാടാൻ പറയാനല്ലേ പാലും പഴവും കൈകളിലേന്തി, 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 പാലും പഴവും കൈകളിലേന്തി. ഞാനും ആ മൂടൊക്കെ പിടിക്കുമായിരുന്നു. 1/2 മണിക്കൂറായിട്ട് ഒരു കാര്യം തന്നെ പറഞ്ഞോണ്ടിരിക്കണം നീ. കുഴപ്പമില്ല. നമ്മൾ അതിന് ഞാൻ അവരുടെ ഫ്രണ്ടിൽ കയറി നിക്കട്ടെ. ചോട്ടു പിന്നെ കാണാൻ. ചോട്ടു കുറച്ച് പരിപാടി. ചന്ദ്രബോസ് അല്ല ഇതാരാ? ചന്ദ്രബോസ് 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 ഉണരൂ ബോസ്. ബോസ് ചന്ദ്രബോസ്. ആ എന്താ? ഒരു സെക്കൻഡ്. ജോക്കി വാ പോണ. കൊട വേണോ ജോക്കി? കൊട വെയിൽ പ്രശ്നമുണ്ടോ? വേണ്ട. ഞാനെത്ര ആനയെ ഗോഡ് ഫാദർ വരുന്നുണ്ടേ. ഇങ്ങനെ എടുത്തെടുത്ത് പറയണ്ടേ. ഇത് ലീഡർ ഡ്രോപ്പ് നമ്പർ മിസ്റ്റർ എക്സ് ആണ് ഇട്ടേക്കണേ. ഓ ദൈവം നമ്പർ വിളിച്ചാലും കൊടുക്കണ്ടെന്ന് ഞാൻ പറയാം. എന്റെ ഫ്രണ്ടിൽ കയറി നടക്കും. ആരിലും ഒരാളെന്റെ നമ്പർ ഒന്ന് ഡ്രോപ്പ് ചെയ്താ മിസ്റ്റർ എക്സിന്. ആരെങ്കിലും ഉണ്ടെങ്കിലേ വെടി വെക്കാനായിട്ട്. എടാ നിങ്ങള് ഗ്യാങ്സിന്റെ കോർണേഴ്സിലോട്ടൊക്കെ നിക്കൂലേ? കൊള്ളാം കേട്ടോ. ഒരു പ്രൗഢിയൊക്കെ ഉണ്ട്. നമ്മൾ ഇത്രയും പേരുള്ളൂ. നിറഞ്ഞു നിൽക്കുന്നു.
ഇതെന്താണ് ഓറ തന്നെ അല്ലേ അണ്ണാ? പിന്നെ അല്ലാതെ കേട്ടോ തപ്പാരിപ്പുണ്ടാ പൊള്ളു. കള്ളക്കഴവേറി ഉണ്ടല്ലോ അവന്റെ ഈ പൂജനെയാണോ എനിക്ക് പൂജ ഏൽപ്പിച്ചേക്കുന്നേ? വെൽക്കം ഗേൾസ് കമാൻഡർ ബാക്കിൽ വന്നേ, കമാൻഡർ ബാക്കിൽ വന്നേ. എന്താ ബോബോയ് അണ്ണാ ഉമ്മ എടാ ഇത് നമ്മളങ്ങ് ഭയങ്കര എത്ര ഇതാരാടാ തുണിയിട്ട് മൂടിയിരിക്കുന്നേ? നാണോ അവന് ആ മൂന്നാമത് നിൽക്കുന്നേ? ഒരു മണവാട്ടിയാ? അല്ലെങ്കിൽ തുണി മാറ്ററാ. എടാ, ഞാൻ നിന്നെ പെണ്ണ് കാണാമെന്ന അറബിയൊന്നും അല്ല. കുറെ നേരം എടുത്ത് അല്ലെങ്കിൽ കണ്ണാപ്പി ടീഷർട്ടാണ് നല്ലത്, കുറച്ചുകൂടി ഇടുമ്പോ ഒരു കംഫർട്ട്. ജോഗി 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 അല്ല ശരിക്കും ഇവിടെ ശരി ജോഗി ഇവിടെ ഗ്യാങ് ലീഡർ എന്നുള്ളൊരു നിലയ്ക്ക് ടെസ്റ്റ് ചെയ്യട്ടെ. ഇല്ല, ഇല്ല, ഇടത്തെ. അപ്പാപ്പൻ 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 അപ്പാപ്പാ ഇതൊന്ന് നല്ല രീതിക്ക് കാണേണ്ടിയിരിക്കുന്നു. ഇപ്പൊ വരാവേ. വാസു ഇങ്ങോട്ടൊന്ന് വന്നേ. ഓ വന്നാ ജോജി വാസു ആണെങ്കിൽ വാസു ഇങ്ങോട്ട് ടെസ്റ്റ് ചെയ്യട്ടെ. ഓരോരുത്തരുടെയും പേര് പറയാം, മനസ്സിലായോ? ഇത് അമ്പത്തൂര്, ഇത് ആർക്കും അറിയാം. രണ്ടാമത്തോട്ട് പറ. ഇത് മുൻമന്താരം. തുണിയിട്ടവന്റെ പേര് ലക്ഷ്യു LX. ഇത് മുച്ചിരി ഇത് കില്ലുവ കില്ലുകറി. ഇത് സ്റ്റീവ്. ഇത് വില്ലുമോൻ ഓ ഇത് സ്റ്റീവ്. ഇത് 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 കഴുത്തിലിട്ടിരിക്കുന്ന ആരാ? ഇത് ഹെൽമെറ്റ് മാറ്റിയടാ. ഡോർക്ക് മംഗലശ്ശേരി പോയാണ്. ഇത് അല്ലല്ല ഇത് നമ്മുടെ ടീമൻ. ഇത് SRK. ഇത് ലോലൻ. ഇത് ഏബല്. ഇത് മോബി. ഇത് ജുഗ്രു. ഇത് സെക്കൻ. ഇത് സ്നൈപ്പ്. ഇത് മന്ദാരം. അല്ല ഇത് ഇത് അപ്പുകൊണ്ടൻ. ഇത് സ്റ്റീവ്. ഇത് ജൂഡ്. എടാ മക്കളെ, അപ്പൊ കണ്ടതിൽ എല്ലാരും സന്തോഷം. ഞാൻ കുറെ പേര് ആദ്യമായിട്ട് കാണും കേട്ടോ ഇതിനകത്ത്. എടാ ബാലൻ എന്ത് ചെയ്യടാ? ബാലൻ ഒരു ചെറിയ ഗ്യാപ്പിലാ ജോഗി. ബാലൻ ചെറിയ ഗ്യാപ്പിലല്ലേ? നമുക്ക് അകത്തോട്ട് കയറാം. എല്ലാരും ബോയ്സ് എല്ലാം അതോട്ടോ 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 അതോട്ടോ.